എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ സാറ്റിലേക്ക് സ്വാഗതം. പൂയം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന വർഷം, അതായത് ജനുവരി 2026 മുതൽ ഡിസംബർ 2026 വരെയുള്ള ഫലം എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷന് താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. പൂയം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജനുവരി 2026 മുതൽ ഡിസംബർ 2026 വരെയുള്ള ഒരു വർഷക്കാലത്തെ ഫലം എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Queen of Swords, Four of Pentacles, Six of Pentacles, Page of Cups, Two of Swords, Seven of Cups. പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഷം പല കാര്യങ്ങളും തീരുമാനങ്ങൾ എടുക്കേണ്ട, അതായത് സ്ട്രോങ് ആയിട്ട് തീരുമാനങ്ങൾ എടുക്കേണ്ടുന്ന സമയമാണ്. ക്വീൻ ഓഫ് സോർഡ്സ് എനർജി കണക്ഷൻസ് ആണ്. പല ആളുകളും നിങ്ങളുടെ ജീവിതത്തിൽ ചില ബന്ധുക്കളായിരിക്കും, നിങ്ങളുടെ ഫാമിലിയിൽ തന്നെയുള്ള ചില ആളുകളെ സംബന്ധിച്ച് ഫാമിലിയിൽ സ്നേഹവും എല്ലാവർക്കും ഉണ്ടാകും. പക്ഷെ നിങ്ങൾക്ക് വേണ്ടുന്ന പരിഗണനയോ ഒരു കെയറും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവില്ല. നിങ്ങൾ ചിലപ്പോൾ ഫാമിലിയിൽ അച്ഛനായിരിക്കാം, അമ്മയായിരിക്കാം, മക്കളായിരിക്കാം, പ്രായമായിട്ടുള്ളവരായിരിക്കാം, ആരും വേണമെങ്കിലും ആവാം. പക്ഷേ ഒരുപക്ഷെ നിങ്ങളുടെ ഫാമിലിയിൽ നിന്നായിരിക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്ന, അല്ലെങ്കിൽ നോർമലായിട്ട് ഒരാൾക്ക് കിട്ടേണ്ട തരത്തിലുള്ളൊരു കെയർ ഒന്നും അവിടെ കാണിക്കുന്നില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ സംസാരിക്കാം. മറ്റുള്ളവരുടെ ലൈഫിൽ എന്ത് വന്നാലും അത് നിങ്ങൾ ശ്രദ്ധിക്കുക. പക്ഷെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ ശ്രദ്ധിക്കാൻ ആരുമില്ല എന്നുള്ള ഒരു സാഹചര്യമാണ് എങ്കിൽ പല കാര്യങ്ങളും പതുക്കെ പതുക്കെ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. ഓവർ കെയറിങ് മറ്റുള്ളവരിലേക്ക് കൊടുക്കുന്നത് നിർത്തലാക്കുക. അപ്പോൾ അവരത് ശ്രദ്ധിച്ചു തുടങ്ങും. നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയാണ് നിങ്ങൾക്കും കെയർ ആവശ്യമാണെന്നുള്ളത് മനസ്സിലാക്കി തുടങ്ങും എന്നുള്ളതാണ്. ഇവിടെ പല റിലേഷൻഷിപ്പ്, പല ബന്ധങ്ങളിലും അതായത് നിങ്ങൾ അങ്ങോട്ടേക്ക് എല്ലാവരെയും സഹായിക്കുന്നു, തിരിച്ചൊന്നും കിട്ടുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ കാണുന്നുണ്ട്. തിരിച്ചു കിട്ടുമെന്ന് വിചാരിച്ചിട്ടില്ല സഹായിക്കേണ്ടത് എന്നാൽ ചില ആളുകൾ പറയുന്നുണ്ടാവാം. പക്ഷെ കെയർ, സ്നേഹം എന്ന് പറഞ്ഞാൽ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും കൊടുക്കണം എന്നുള്ളത് തന്നെയാണ്. അപ്പം അങ്ങോട്ടേക്ക് മാത്രമുള്ളൊരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടക്കുകയാണ്. ഒരു ഇമോഷണലി നിങ്ങൾ മനസ്സിലാക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വിട്ട് കളയേണ്ടുന്ന ചില കാര്യങ്ങൾ, കട്ട് ചെയ്യേണ്ടുന്ന ചില റിലേഷൻഷിപ്പ് കട്ട് ചെയ്ത് കളയാണ്. ഇത് ചിലപ്പോൾ സൂചിപ്പിക്കുന്ന ചില ആളുകളെ സംബന്ധിച്ച് ഒരു ഡിവോഴ്സ് സിറ്റുവേഷൻ ആയിരിക്കാം. ഒരു വളരെ സ്ട്രോങ് വിൽഡായിട്ട് നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾ പുതിയൊരു ജീവിതത്തിലേക്ക്, പോസിറ്റിവിറ്റിയിലേക്ക് നിങ്ങൾ വരികയാണ്. അപ്പോൾ ഈ ഒരു സ്നേഹത്തിൻ്റെ, അല്ലെങ്കിൽ ഈ ഒരു സ്നേഹം നഷ്ടപ്പെടുന്നതിൻ്റെ, അല്ലെങ്കിൽ പലതും നഷ്ടപ്പെട്ടു പോയാൽ ഇനി എനിക്കൊന്നുമില്ല എന്ന് ചിന്തിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങളുടെ ലൈഫിൽ ഓൾറെഡി എല്ലാം നിങ്ങൾ ഒറ്റയ്ക്ക്, നിങ്ങൾ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിരുന്നു, പക്ഷെ നിങ്ങളത് മനസ്സിലാക്കുന്നില്ല. നിങ്ങൾക്ക് എല്ലാം ഒറ്റയ്ക്ക് ചെയ്യാനായിട്ട് പറ്റും, പക്ഷേ നിങ്ങളുടെ കൂടെയുള്ള ആളുകൾക്ക് ആണ് നിങ്ങളെ ആവശ്യമുണ്ടായിരുന്നത് എന്നുള്ളത്. അപ്പോൾ പല റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഡിവോഴ്സ് സിറ്റുവേഷൻസ് ഒക്കെ സംഭവ്യമാകുന്നുണ്ട്. ഇതെല്ലാം ഒരു പോസിറ്റിവിറ്റിയാണ്. കാരണം നിങ്ങളെ സ്നേഹിക്കാനും നിങ്ങളുടെ ഇഷ്ടത്തിന് ജീവിക്കാനും ലൈഫ് എൻജോയ് ചെയ്യാനും തുടങ്ങുന്ന ഒരു സമയത്തിലേക്കാണ് കടക്കുന്നത്. അതേപോലെ ഓരോരുത്തരെ സംബന്ധിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും എന്ന് വെച്ചിട്ട് എല്ലാവരും ഡിവോഴ്സ് ആവും എന്നുള്ളതല്ല. അപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് ചിന്തിക്കുക. ഫോർ ഓഫ് പെന്റിക്കിൾസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു വർഷം തുടങ്ങുന്ന സമയത്ത് കഴിഞ്ഞ വർഷത്തിൻ്റെതായിട്ടുള്ള ചില പൊട്ടും പൊടികളൊക്കെ അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നത്, അതായത് സാമ്പത്തിക പ്രതിസന്ധികൾ, കാര്യങ്ങൾ ഇതിനു മുമ്പുള്ള വർഷത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം എന്ന് വെച്ചിട്ട് ഈ ഒരു വർഷം മുഴുവൻ അങ്ങനെ ആയിരിക്കില്ല. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരിക്കില്ല, പക്ഷെ നിങ്ങൾക്ക് കുറച്ച് പിശുക്ക് കൂടുതലായിരിക്കും. അപ്പോൾ ഈ പിശുക്കരായിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുന്നിലേക്ക് വരുന്ന അവസരങ്ങൾ നിങ്ങൾ ബ്ലോക്ക് ചെയ്യാണ് ചെയ്യുന്നത്. കാരണം സമ്പത്ത് കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അത് അധികരിക്കില്ല ഒരിക്കലും. മാത്രമല്ല എപ്പോഴും എല്ലാ എനർജിയിലും ഒരു ഫ്ലോ ഉണ്ടായിരിക്കണം. അതായത് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഉണ്ടെങ്കിൽ മാത്രമാണ് ആ ഒരു ഫ്ലോ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു സൈഡിലേക്ക് മാത്രം പോയാൽ ചില കാര്യങ്ങൾ വർക്കാവില്ല. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ എന്നെക്കൊണ്ട് പറ്റില്ല, അല്ലെങ്കിൽ ഞാനൊരു പാവപ്പെട്ടവരാണ്, അല്ലെങ്കിൽ എനിക്ക് സമ്പത്ത് എൻ്റെ കയ്യിൽ ഉണ്ടാവില്ല, ഈ ഒരു ചിന്ത നിങ്ങൾ ബാല്യത്തിൽ ചിലപ്പോൾ ഊട്ടി വളർത്തിയതായിരിക്കാം. നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ലിമിറ്റിംഗ് ബിലീഫ് സിസ്റ്റം ഉണ്ട് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച ഒരു സക്സസ് ലൈഫിൽ ലഭിക്കില്ല എന്നുള്ളൊരു ചിന്ത, അല്ലെങ്കിൽ സാമ്പത്തിക നേട്ടം ഒരിക്കലും ഉണ്ടാവില്ല എന്നുള്ളൊരു ചിന്തയിൽ നിന്ന്
മാറിപ്പോവുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം സമ്പത്തുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു തർക്കം കാണിക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ ഡിവോഴ്സ് സിറ്റുവേഷൻ പറഞ്ഞു, അപ്പോൾ ഡിവോഴ്സ് പ്രൊസീഡിങ്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് തർക്കങ്ങൾ ഉണ്ടായേക്കാം, സാമ്പത്തിക കാര്യമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്. പിന്നെ ചില ആളുകളെ സംബന്ധിച്ച് ഈ പറഞ്ഞ പോലെ ലിമിറ്റിംഗ് ബിലീഫ്സ് മാറ്റി വയ്ക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ ധാരാളമായിട്ട് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നുണ്ട്, വരവും ചെലവും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വർഷത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നല്ലപോലെ സാമ്പത്തികം നിങ്ങളിലേക്ക് എത്താൻ തുടങ്ങുമ്പോൾ വരവ് പോലെ തന്നെ ചിലവ് ഉണ്ടാകാതിരിക്കാനുള്ളത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് പെട്ടെന്ന് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ പല ആളുകളും ജോലി പ്രമോഷൻ ആയിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ അടുത്ത EMIയിൽ പുതിയതായിട്ട് എന്തെങ്കിലും വാങ്ങിക്കും, കാറോ ബൈക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും. അപ്പോൾ ഒരു ചെറിയൊരു മാറ്റം ജീവിതത്തിൽ ഉണ്ടാകുന്നു ഫിനാൻഷ്യലി, അതായത് പ്രൊമോഷൻ ലഭിക്കുന്നു, ശമ്പളം കൂടുന്നു, അപ്പോൾ ഉടനെ പുതിയ കാറോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അനാവശ്യമായിട്ട് ചിലവുകൾ വരുത്തി വെക്കുന്നതിന് പകരം സേവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരു ശമ്പള വർധനവ് ഉണ്ടാകുമ്പോൾ നിങ്ങൾ പെട്ടെന്നൊരു കാര്യം വാങ്ങിക്കുമ്പോൾ അത് നിങ്ങൾക്ക് ആവശ്യമാണോ, ഈസ് ഇറ്റ് നെസസറി എന്നുള്ളതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് വെദർ യു വോണ്ട് ഇറ്റ് ഓർ വെദർ യു നീഡ് ഇറ്റ്, നിങ്ങൾക്ക് നീഡഡ് ആണോ അതോ നിങ്ങൾക്ക് ജസ്റ്റ് അത് വേണം എന്നുള്ളത് കൊണ്ട് മാത്രമാണോ എന്നുള്ളത് കൂടി ശ്രദ്ധിക്കാം. എന്ന് വെച്ചിട്ടൊരു കാര്യം വാങ്ങിക്കരുത് എന്നുള്ളതല്ല, കുറഞ്ഞ പക്ഷം ഒരു 6 months വെയിറ്റ് ചെയ്തിട്ട് ആലോചിച്ചിട്ട് തീരുമാനത്തിലേക്ക് പോവാം. പല കാര്യങ്ങളിലും ചില ആളുകളെ സംബന്ധിച്ച് ഒരു ലോട്ടറി ഭാഗ്യവും ഉണ്ടായേക്കാം. ഇനി അഥവാ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുകയാണ് എങ്കിൽ, കാരണം ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും ഒരുപോലെ ആവില്ല. അപ്പോൾ ഈ ഒരു ലോട്ടറി ഭാഗ്യം നിങ്ങളിൽ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ ആ ഒരു കാര്യം, അതായത് പെട്ടെന്ന് തീരുമാനം, കയ്യിൽ പെട്ടെന്ന് പൈസ വന്നാൽ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാതിരിക്കാം, വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ കടങ്ങളൊക്കെ കൊടുത്തു തീർക്കാനുണ്ടെങ്കിൽ അത് കൊടുത്തു തീർക്കുക, അത് ഒഴിച്ച് വെയിറ്റ് ചെയ്യുക ഒരു 6 months. കാരണം പെട്ടെന്ന് ധനം വരുമ്പോൾ അത് കാണാതിരിക്കുന്ന ഒരാൾക്ക് അത് പെട്ടെന്നൊരു വലിയൊരു അത്ഭുതമാണ്. അപ്പോൾ പല തെറ്റായിട്ടുള്ള തീരുമാനങ്ങളും എടുക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധ അനിവാര്യമായിട്ടുള്ള സമയമാണ് ഈ ഒരു വർഷം എന്ന് പറയുന്നത്. നെക്സ്റ്റ് പേജ് ഓഫ് കപ്സ് എനർജിയാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പ്രത്യേകം ശ്രദ്ധിക്കുക, പ്രണയവും കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു സമയമാണ്. അതൊരു തെറ്റായിട്ടുള്ള കാര്യം എന്നുള്ളതല്ല, പഠിത്തം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള വേറെ പല കാര്യങ്ങളും തെറ്റിപ്പോകാതിരിക്കാൻ, കോൺസെൻട്രേഷനൊക്കെ മാറിപ്പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പഠിത്തത്തിലുള്ള കോൺസെൻട്രേഷൻ ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇവിടെ പ്രണയം എന്ന് പറയുന്നത് ചില ആളുകൾ, എല്ലാവരിലും അല്ല, ഇത് റെയർ ആയിട്ടുള്ള സിറ്റുവേഷനാണ്. മറ്റ് വിവാഹിതരായിട്ടുള്ള വ്യക്തികളാണെങ്കിലും നിങ്ങൾക്ക് വിവാഹത്തിന് പുറത്ത് എക്സ്ട്രാ മാരിറ്റൽ അഫെയർ അല്ലെങ്കിൽ പ്രണയത്തിന് സാധ്യത ചില ആളുകളിൽ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രായമായിട്ടുള്ളവരും പ്രായമായിട്ട് വിവാഹം കഴിക്കാത്ത ആളുകളെ സംബന്ധിച്ച് ചിലപ്പോൾ ഡിവോഴ്സ് ആയതായിരിക്കാം, സ്പൗസ് മരിച്ചു പോയിട്ടുള്ളതോ അല്ലെങ്കിൽ എന്ത് സിറ്റുവേഷൻ ആയാലും അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ വീണ്ടും ഒരു പ്രണയം വരാനുള്ള സാധ്യത സൂചിപ്പിക്കുന്നുണ്ട്. 2 of Swords എനർജിയാണ്. ഏതോ ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം നിങ്ങൾ എടുക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കുറച്ചൊരു കൺഫ്യൂഷൻ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, എന്ത് തീരുമാനം എടുക്കുമ്പോഴും അല്ലെങ്കിൽ ആരൊക്കെങ്കിലും ഒരു തീരുമാനം പറയേണ്ട സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ളത് തുറന്ന് പറയാം. ഇപ്പോൾ പുതിയ ജോലിയിലേക്ക് കയറുന്നതായിരിക്കാം, മറ്റെന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം, അതിൽ നിങ്ങൾ യു നീഡ് ടു സ്പീക്ക് അപ്പ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ക്ലിയർ ആയിട്ട്. നിങ്ങൾക്ക് എന്താണ് ആഗ്രഹിക്കുന്നത്, എന്തൊക്കെയാണ് നിങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലും കോൺട്രാക്റ്റ് സൈൻ ചെയ്യുക, കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ നിങ്ങൾ എന്താണ് ചിന്തിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് സംസാരിക്കുക. നിങ്ങളുടെ കോംപ്രമൈസസിലേക്ക് പോവാതിരിക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കുക. കറക്റ്റായിട്ട് ഞാൻ ഈ ഒരു രീതിയിൽ ഇങ്ങനെയാണെങ്കിൽ ഓക്കെ ആണെന്ന് പറയാൻ പഠിക്കുക. അല്ലാത്ത പക്ഷം എല്ലാത്തിനും ഓക്കെ പറഞ്ഞിട്ട് പിന്നെ അത് പ്രശ്നത്തിലേക്ക് കൊണ്ടെത്തിക്കാതിരിക്കാം. ആൻഡ് 7 of Cups എനർജി കണക്ഷൻസ് ആണ്. നിങ്ങളുടേതായിട്ടുള്ള പല തീരുമാനങ്ങളും തുറന്ന് സംസാരിക്കുക. കുറച്ച് റിബലാവുന്നതിലും തെറ്റൊന്നുമില്ല. വിപ്ലവകാരി എന്നുള്ളൊരു മുദ്ര കുത്തുന്ന ഒരു രീതിയിലേക്ക് വന്നേക്കാം. പക്ഷെ എന്നിരുന്നാലും നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ തുറന്ന് സംസാരിക്കുക. ഇത് പ്രായഭേദമന്യേ വിദ്യാർത്ഥികളായാലും പ്രായമായിട്ടുള്ളവർ, വീട്ടമ്മമാർ, ജോലിക്ക് പോകുന്നവരായിക്കൊള്ളട്ടെ, ഏത് സിറ്റുവേഷനിലും ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, ഞാൻ ഇതാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് തുറന്ന് സംസാരിക്കുക. ഓക്കെ, അപ്പോൾ അത് ഒന്ന്. പിന്നെ
സാമ്പത്തിക കാര്യങ്ങളിൽ നിങ്ങൾ പ്രത്യേകം അത് എടുത്ത് സംസാരിച്ച് എന്തെങ്കിലും കാര്യം സാമ്പത്തികം ഇൻവോൾവ് ആയിട്ടുള്ള കാര്യമാണെങ്കിൽ പ്രത്യേകം സംസാരത്തിൽ മാത്രമല്ല അതിന് എഗ്രിമെൻറ്റ് കോൺട്രാക്റ്റ് വയ്ക്കാൻ മറക്കാതിരിക്കുക. എത്ര അടുത്ത ബന്ധമായാലും എന്തായാലും കോൺട്രാക്റ്റ് വയ്ക്കുക ഇഫ് മണി ഈസ് ഇൻവോൾവ്. ഓക്കെ, മണി അതിൻ്റെ അകത്തുണ്ട് എങ്കിൽ. ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.